ഹലോ ഫ്രണ്ട്സ്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. കുക്കിങ്ങിൽ ഞാൻ ഓൾറെഡി ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കഴിഞ്ഞ ദിവസം പ്ലം കേക്ക് ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഡക്ക് റോസ്റ്റ് നമ്മളെപ്പോഴും നമ്മുടെ സ്പെഷ്യലായിട്ട് ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം എനിക്കിന്ന് ഇവിടെ ഒരു ഡക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഡക്ക് റോസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് രശ്മീസ് വ്ളോഗ്സ്. സോ ഞാനിവിടെ ഡക്ക് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് ഇത് ചെയ്തായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി, കാശ്മീരിയാണ് ഞാൻ ഇടുന്നത്. ഇപ്പം ഇതിലേക്ക് ഞാനൊരു ഫുൾ 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ ഇടുവാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 1.5 കിലോ അല്ല, 1.5 കിലോ മിച്ചമുണ്ട്. 2 കിലോയുടെ അടുത്തുണ്ട് ഈ ഡക്കെന്ന് പറയുന്നത്. പിന്നെ ഞാനിടുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഇനി നമ്മൾ ഒന്നെങ്കിൽ മല്ലിപ്പൊടി, ഗരം മസാലയിൽ നമ്മുടെ പെരുംജീരകം, കറുവാപ്പട്ട ഇതെല്ലാം കൂടി പൊടിച്ചതിടാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇറച്ചി മസാല വരുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്രത്യേകം ഗരം മസാലയും ഇത് മല്ലിപ്പൊടി ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ഇതൊരു 1.5 ടീസ്പൂൺ ഇടും. ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഉപ്പിടാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും സാധനം ഇട്ട് ഞാനിപ്പോൾ കുക്കറിലാണ് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്നെങ്കിൽ കൈ കൊണ്ട് ഇളക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കണം. ഇതൊരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പിക്കണം. സോ അപ്പം ഇതിനിപ്പം ഞാൻ അടച്ചു വെക്കാൻ പോവുക. അപ്പം ഓൾറെഡി ഡക്ക് 2 വിസിൽ അടിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അതിൻ്റെ ഇത് ഫുള്ള് പോയിട്ടില്ല. അപ്പോൾ ആവി ഒന്ന് പോകാൻ വേണ്ടി വെച്ചിരിക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിൽ വേണ്ട സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഞാൻ ഇത്രയും ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും ചെറിയ ഉള്ളി എടുക്കണമെന്നില്ല, കുറച്ച് സവോള വേണമെങ്കിൽ എടുക്കാം. ഞാനിത് കംപ്ലീറ്റ് ചെറിയ ഉള്ളി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ തേങ്ങാ കൊത്ത് വേണം, 2 പച്ചമുളക് 3 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളക് 3-4 എണ്ണം കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കടുക് വേണം, മുളക് പൊടി വേണം. നമ്മൾ ആ ഇട്ട് എല്ലാം ഒന്നുകൂടി ഇടണം. കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ 4 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാലയാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിനകത്ത് ഏലക്കയും പിന്നെ എന്തൊക്കെയാണ് സിന്നാമൺ അതിൻ്റെ ഇതും പിന്നെ പെരിഞ്ചീരകം എല്ലാം കൂടി പൊടിച്ച ഒരു ഗരം മസാലയാണ് വേണ്ടത്. പിന്നെ മല്ലിപ്പൊടി വേണം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായില്ല. നിഷേട്ടൻ ഇപ്പം ശരിയാക്കി തരും. അപ്പം ഇനിയിപ്പം ഞാൻ ഇന്ന് എന്താ പറയണ്ടേ, ഭയങ്കര വിശാലമായിട്ട് ഉരുളിയൊക്കെ അങ്ങ് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ഉരുളി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ആസ് യൂഷ്വൽ വെളിച്ചെണ്ണയല്ല ഇവിടെ തണുത്തുറഞ്ഞ് ഇരിക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ ഇത് റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ വേണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ കറി വെക്കുന്ന അത്ര എണ്ണ പോരാ, ഒരു 4-5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഓൾറെഡി പൊട്ടി. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കുറച്ച് കരിവേപ്പില, നമ്മുടെ വറ്റൽമുളക്, വെളുത്തുള്ളി,
ആക്ച്വലി ഏലക്ക അതിന് മുന്നേ ഇടേണ്ടതായിരുന്നു, ഞാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ ഏലക്കയും കൂടി ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ടേക്കുക. ഇനി ഇഞ്ചി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് കുറച്ച് കഴിഞ്ഞിടാം. ഫസ്റ്റ് ഇതൊന്ന് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ചുവന്നുള്ളി ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇടാം. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഡക്കിൽ ഉപ്പും എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരു കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്താൽ മതി. അപ്പം അതിനനുസരിച്ച് ചേർക്കണം. ഞാനൊരു ഇത്തിരി ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുവാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഉള്ളി ഒന്ന് തീ കുറച്ചിട്ടൊന്ന് ശരിയാക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ്റെ അവസ്ഥ ഡക്ക് എന്തോരം ആയെന്ന് നോക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്. സോ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പം ഞാൻ വറ്റിക്കാൻ വേണ്ടി ഒന്നുകൂടി ഓൺ ചെയ്ത് വെച്ചു. അപ്പം അതവിടെ ഒന്ന് ഇരുന്ന് വറ്റണം അത് കുറച്ചുകൂടി. കാരണം നമുക്ക് അത്രയും ചാറ് വേണ്ട, റോസ്റ്റല്ലേ. ഉള്ളി ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ ഈ കുക്കറി വെച്ചപ്പോഴത്തേക്കും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെയാണ് കേട്ടോ ഡക്ക് വെച്ചത്. എന്നിട്ടും ഇത്രയും വെള്ളമുണ്ട്. അപ്പം വെള്ളം ഒഴിക്കരുത് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ. പിന്നെ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി നല്ല പാകത്തിന് വന്നു. ഇനി നമുക്ക് നമ്മുടെ മസാലകൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് പറഞ്ഞതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇറച്ചി മസാല, ഇത്രയായിരുന്നു ഞാൻ ഇതിനകത്ത് ഇട്ടിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇതിനകത്ത് ഇട്ടില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇപ്പം മല്ലിപ്പൊടി ഇടാൻ പോവാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. തീ കുറച്ചിട്ട് ഇടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ മുളക് പൊടി അഗെയിൻ 2 ടീസ്പൂൺ ഇടുവാണ്. പിന്നെ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എരിവിന് ചേർക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ റോസ്റ്റിൻ്റെ പ്രധാന സാധനം കുരുമുളക് പൊടിയാണ്. പിന്നെ ഗരം മസാല അല്ലെന്നുണ്ടെങ്കിൽ ഇറച്ചി മസാല, ഏതാണോ കയ്യിലുള്ളത് അത് ചേർത്ത് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇറച്ചി മസാലയാണ്, അതുകൊണ്ട് അത് തന്നെ ഇടുക. എന്നിട്ടിനി എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇത് കുറച്ച് നേരം തന്നെ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് ശരിയാക്കി എടുക്കണം. കാരണം എന്താ വെച്ചാൽ പൊടികളെല്ലാം നന്നായിട്ട് മൂക്കണം, എന്നാൽ കരിയാനും പാടില്ല. അപ്പോൾ ഈ ഡക്കിലെ വെള്ളം ഞാൻ കംപ്ലീറ്റ് പറ്റിച്ചെടുത്തു, ഒട്ടും തന്നെ ഇല്ല, അതൊരു ഇച്ചിരിയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് പാകമായിട്ടുണ്ട്. ഇത്രയൊരു ബ്രൗൺ കളർ വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് നല്ലതായിട്ട് ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഈ ഡക്ക് ഇങ്ങോട്ടേക്ക് ഇടാം. അപ്പം ഇനി നമ്മുടെ ഡക്ക് റോസ്റ്റ് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് ഫുള്ള് ഇളക്കി കൊടുക്കണം. ആക്ച്വലി തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ മോർ ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ചൊരു ഗ്രേവി മോഡും കൂടി വേണമല്ലോ, കറി അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതല്ലെങ്കിൽ ഫുള്ള് ഡ്രൈ ആയി പോകുമല്ലോ. അപ്പോൾ ഇച്ചിരി ഒരു തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ കൂടുതൽ നിൽക്കുന്ന മസാലയെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇതാകും. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ
കുറച്ചുകൂടി ഒരു നല്ല ഗ്രേവി ഒത്തിരി ഇല്ല എന്നാൽ റോസ്റ്റ് തന്നെയാണ് താനും. സ്റ്റിൽ നമുക്കൊരു സൂപ്പർ ടേസ്റ്റി കിട്ടും സാധനം. ഇപ്പം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്ക്, അങ്ങനെ ഒത്തിരി ചാറും ഇല്ല എന്നാൽ നല്ല റോസ്റ്റും ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഓൾറെഡി കുരുമുളക് പൊടി നമ്മൾ വേവിച്ചപ്പോഴും ഇട്ടായിരുന്നു, പിന്നെ അല്ലാണ്ടും ഇതിനകത്ത് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ആ കുരുമുളക് പൊടിയുടെ ഒരു സാധനം വേണ്ടി കുറച്ചുകൂടി തൂക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഓൾറെഡി അത്രയും ചേർത്തോട് വീണ്ടും ചേർക്കുന്നില്ല, കാരണം പിന്നെ അല്ലെങ്കിൽ പിള്ളേർ കഴിക്കത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളെടുക്കുമ്പോൾ സ്പൈസി ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കണം, അപ്പം നല്ലൊരു മോർ സ്വാദ് കിട്ടും. ഇതിപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഓഫ് ചെയ്യാൻ പോവാം. ഇത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഡക്ക് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല എന്താ കിടിലനായിട്ട് എല്ലാവരും വെയിറ്റിംഗ്. ക്യൂ ആണോ? ക്യൂ ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ അപ്പം ഓൾറെഡി ഞങ്ങൾ അപ്പം ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പം അപ്പവും ഡക്ക് റോസ്റ്റും അതാണല്ലോ ഒരു കോമ്പിനേഷൻ വരുന്നത്. നമ്മൾ കോംബോ ഇല്ലാതെ എന്ത് ലൈഫ്. അപ്പം നമ്മളിത് ടേസ്റ്റ് ചെയ്യുന്ന വലിയ ആളെവിടെ? അനീഷേട്ടന് കഴിക്കുന്നില്ല കണ്ടിട്ട്? മതി മതി. ആദ്യം വേണോ ഡക്ക് റോസ്റ്റ്? ബിറ്റ് സ്പൈസി ബട്ട് ഗുഡ്, റൈറ്റ്? She needs more. ബാ, ഞാൻ ഇനി സ്വയം ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ. അമ്മ വിൽ ടേസ്റ്റ് ഇറ്റ്. എപ്പോഴും അച്ഛല്ലേ ടേസ്റ്റ് ചെയ്ത് പറയാം. കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഉപ്പും കുരുമുളകും നല്ല, ആ കുരുമുളകിൻ്റെ നല്ല സ്പൈസിയും അപ്പവും ഇതും കൂടി എല്ലാം കൂടി ഡക്കും അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഈ ഡക്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും ഇതെല്ലാം മഞ്ഞപ്പൊടി എല്ലാം കൂടി ചേർത്ത് വെച്ച് കഴുകാൻ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ആ ഒരു ഡക്കിൻ്റെ ഒരു അറിയാമല്ലോ എല്ലാവർക്കും, ഒരു ഡക്കിനൊരു പ്രത്യേക ഒരു ഇതുണ്ടെന്നുള്ളത് അതില്ല. ബാ ഹനീഷേട്ടൻ ബാ കഴിക്ക്. നിങ്ങൾക്ക് വേണോ? ഞാൻ നോക്കട്ടെ. എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ്. അങ്ങനെ ഫേവറേറ്റ് അല്ലാത്ത എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ബീഫ് കഴിക്കുമ്പോൾ പറയും ബീഫ് ഫേവറേറ്റ് ആണ്. മട്ടൻ കഴിക്കുമ്പോൾ പറയും മട്ടൻ ഫേവറേറ്റ് ആണ്. ഓക്കെ, എന്തായാലും എല്ലാത്തും എൻ്റെ ഫേവറേറ്റ് ഫുഡുകളാണ്. ഒന്നും പറയണ്ട, നോൺ വെജ് എല്ലാം. ഇത് പിടിച്ചോ, എന്നിട്ട് കഴിച്ചോ. അത് യു വാണ്ട് സം മോർ? അഭിപ്രായം പറയണം. അഭിപ്രായം പറയാനായിരിക്കുന്നേ. സൂപ്പർ സൂപ്പർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ക്രിസ്മസ് ആയിട്ട് ഡക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ്, അതുകൊണ്ട് ട്രൈ ചെയ്യുക. സൂപ്പറാണ്, നന്നായിട്ടുണ്ട്. ഇച്ചിരി ഇതൊന്ന് സ്പൈസ് ലെവൽ ഇച്ചിരി കുറച്ചായിട്ടേക്കുന്നത് പിള്ളേർക്ക് പറയുന്നത്. പക്ഷേ സോ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിങ്കു പറഞ്ഞോളൂ. കമൻറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ വീണ്ടും അടുത്ത പുതിയ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. സോ അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം Resmie'z.